പ്രിയമുള്ളവരെ, മനസ്സിന്റെ വ്യാപാരങ്ങളിൽ തീഷ്ണമായ ഓർമ്മകൾ ഒളിപ്പിച്ചു വെച്ച ഒരു സതീർത്ഥന്റെ വിതുമ്പുന്ന മിഴികൾക്ക് മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുന്ന അഭിഷിക്തന്റെ വികാര നിർഭരമായ മുഹൂർത്തങ്ങൾക്ക് ജീവൻ നൽകുന്ന വേദിയാണ് കൺഫെഷൻ. കുടുംബത്തിന് ഊഷ്മളതയ്ക്ക് വേണ്ടി കാണാക്കയങ്ങൾ താണ്ടി ജീവിതത്തെ തീരത്തെത്തിച്ച ഒരു യുവാവിന്റെ ആദർശ സുന്ദരമായ ജീവിതത്തെ പച്ചയായി പകർത്തുന്ന എളിയ സംരംഭമാണ് കൺഫെഷൻ. അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ മത്സ്യങ്ങളോട് പോലും സുവിശേഷം പ്രഘോഷിച്ച വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആചരിക്കുന്ന പാദുവ നഗർ ജനതയ്ക്ക് ഇടവക മക്കൾ സമാനതകളില്ലാതെ ഒരു പ്രമേയം സമ്മാനിക്കുന്നു. സഹൃദയ മനസ്സുകളിൽ ആത്മാവിന്റെ നൊമ്പരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്ന ദൃശ്യാവിഷ്കാരം കൺഫെഷൻ. ദൈവസ്നേഹമേറ്റു പാടി ധീരനായിടും, ദൈവനീതിയാൽ നിറഞ്ഞു പ്രീതനായിടും. എത്രയേറെ ഘോരമാകും അന്ധകാരമായിടിലും പുത്രനാകുമേശുവന്റെ നേത്രധാര കാണുമല്ലോ. ദൈവസ്നേഹമേറ്റു പാടി ധീരനായിടും, ദൈവനീതിയാൽ നിറഞ്ഞു പ്രീതനായിടും. എതിരു നിന്നിടുന്നവർക്കായി ഹൃദയമേകിടാം, ചോര ചിന്തിടുന്നവർക്കായി പ്രാർത്ഥനയേകാം. നിന്ദനങ്ങളേകിയോർക്ക് നന്മ നീട്ടിടാം, പീഡകർക്ക് വേണ്ടി എൻ്റെ പാണി നീട്ടിടാം. ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. अरे भाई जल्दी आओ, मुझे शौचालय जाना है, बहुत जरूरी है भैया. ഒരു ബക്കറ്റ് പൊക്കാൻ അവധിയില്ലാത്തവനാ ഒരു പീഡന കേസിൽ പ്രതിയായത്. ഇവനൊക്കെ ഇതെങ്ങനെ? അനക്കറിയാണ്ടാണ്. കൺട്രോള് പോയ ഓൻ ബക്കറ്റല്ല, അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ വരെ പൊക്കിരും. അതുകൊണ്ടാണല്ലോ ഓൻ ഇവിടെ കിടന്ന് ചുറ്റണ്. सेटा ഇറങ്ങ് सेटा, മുട്ടിട്ട് ബയ്യ सेटा. ഓവേ തൊട്ടി നോക്കി അങ്ങ് ചെന്നാ മതി. അകത്ത് കയറിയേക്കണതേ ജോണിച്ചായനാ. എടാ ഷിബു, നിന്റെ പല്ലുതേപ്പും തേവാരം ഒന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? ആ അച്ഛനോ, ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പെസഹയല്ലേടാ, നിങ്ങളൊന്നും കുർബാനയ്ക്ക് വരുന്നില്ലേ? ദേ വരുന്നു അച്ഛാ, ഇന്നിനിപ്പോ കുളിയൊന്നും വേണ്ട. അച്ചോ, നിങ്ങളുടെ പടച്ചോനോട് ഞമ്മടെ കാര്യം കൂടി ഒന്ന് പറയണട്ടാ. അല്ല, ഇജ് എന്താടാ കുർബാന കൂടാൻ പോകാത്തത്? ഓ, എന്ത് കുർബാന? ഇതിലൊന്നും വലിയ കാര്യമില്ല. പടച്ചോൻ നമ്മളെയൊക്കെ കാണുന്നുണ്ട് മോനെ.
ഒരു ദിവസം നമ്മുടെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കും. ഇക്ക പടച്ചോന്റെ പുറകെ നടന്ന് സമയം പാഴാക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു പടച്ചോനുണ്ടെങ്കിൽ നമുക്കൊക്കെ ഈ ഗതി വരുമോ? എൻ്റെ ജീവിതമൊക്കെ ഈ മതിലിനുള്ളിൽ തളച്ചിട്ട ദൈവത്തെ ഞാൻ എന്തിനു സ്നേഹിക്കണം? ഇജ് അങ്ങനെയൊക്കെ പറഞ്ഞ പടച്ചോൻ പൊറുക്കൂല മോനെ. അനക്കറിയാമോ, എൻ്റെ ജമീലയെയും പൊന്നുമക്കളെയും ആപത്തൊന്നും വരാതെ കാക്കുന്നത് പടച്ചോനാ. ആ പടച്ചോൻ നമുക്ക് വിശ്വാസ. ഇതാരാ, തോമസ് അച്ഛനോ? ബരിൻ ബരിൻ. ഏതായാലും നല്ല സമയത്താണ് ഞാൻ വന്നത്. ഇക്ക ഇരിക്കി, ഇനി ഞാൻ വിളമ്പിത്തരാം. അതൊന്നും വേണ്ട അച്ഛാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സൂപ്രണ്ടിനോട് ഞാൻ പ്രത്യേകം അനുവാദം വാങ്ങിയതാ. ഇന്ന് നിങ്ങളുടെ കൂടെയാ എൻ്റെ ഭക്ഷണം. എനിക്കൊന്നും വേണ്ട. എന്നും 2 ഗണം കയറ്റുന്നതാ. ഇന്ന് എന്ത് പറ്റിയാവോ? എന്താണെങ്കിലും കമ്പനിക്ക് ലാഭം. അവരെന്താ എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? തോമസ് അച്ഛൻ ബേജാറാകാതെ, നമ്മൾ ചെന്ന് അവന് കൂട്ടുകൊണ്ട് വരാം. ഇക്ക പറഞ്ഞ അവൻ കേൾക്കാതിരിക്കില്ല. പിന്നെ അതൊക്കെ പോട്ടെ. ഇനി നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. ഇന്ന് പെസഹ ആണെന്നറിയാലോ. ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെയാ. വൈകിട്ട് ഞാൻ നിങ്ങളുടെയൊക്കെ കാലുകൾ കഴുകുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അച്ഛാ, ഞമ്മളോ? ഇക്ക, കാല് കഴുകുന്നതിന് എന്ത് ജാതിയും മതവും. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. തോമസൂട്ടി, ജോണി, നീ ജോണിക്കുട്ടി?
ഡാ പ്രശ്നമോ? അറിയില്ലടാ, പേടിക്കണ്ട, ഉറപ്പായിട്ടും കിട്ടും. എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. നീ ഇങ്ങനെ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. അറിയാം, അതെന്താണെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്. ആ വൃത്തികെട്ടവൻ ഇങ്ങനെ ചെയ്യുന്ന എന്റെ മനസ്സിൽ ഓടിയില്ല. അത് നിനക്ക് എടി ഒരു ചായ എടുത്തോണ്ട് വാടി. നിനക്ക് ഓർമ്മയുണ്ടാവും, അവസാനം അയാൾ ഇവിടെ വന്ന ദിവസം എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് നിനക്കെതിരെ ഒരു നീക്കത്തിന് ശ്രമിച്ചതാ. നിന്നോടാ പറഞ്ഞേ ചായ എടുത്തോണ്ട് വരാൻ. ആ, ഇച്ചായം വന്നോ? ഒരു ചായ എടുക്കാൻ ഞാൻ തന്നെ വേണമെന്നുണ്ടോ? അതാ ത്രേസി ചേട്ടത്തിയോട് പറഞ്ഞാ പോരെ. ത്രേസി ചേട്ടത്തി, ഇച്ചായന് ചായ ഉണ്ടാക്കി കൊടുക്ക്. ഒരു ചായ തിളപ്പിക്കാൻ പോലും നിനക്ക് വയ്യെന്നായല്ലോ. അത് പിന്നെ ചന്ദനമഴ തീരാതെ എങ്ങനെയാ? അവളുടെ ഒരു ചന്ദനമഴ. ആ ജോണിക്കുട്ടി പോയിട്ട് തിരിച്ചു വന്നോ? ഇല്ല, ഇച്ചായൻ എന്തേ അവന്റെ കാര്യം മാത്രം അന്വേഷിക്കുന്നു? എന്റെ ജാക്സമോന്റെ കാര്യത്തിൽ ഇച്ചായനൊരു ശ്രദ്ധയില്ല. എടി എൽസി, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ നിന്റെ മോനെ എന്നൊരു വ്യത്യാസമില്ലെന്ന്. രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ. പക്ഷെ നിന്റെ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോ. മോനെ, ദാ ചായ. എങ്ങനാ, പറമ്പിൽ പണിക്കാരെല്ലാം വന്നായിരുന്നോ? ചേട്ടത്തിയെങ്കിലും അത് ചോദിക്കാൻ തോന്നിയല്ലോ. ഞാൻ വന്ന് ഇത്ര നേരമായിട്ട് ഇവൾക്ക് ഇതൊന്നും അന്വേഷിക്കാൻ തോന്നിയില്ല. ഇതാരാ? ഞങ്ങളുടെ തോമാസ് കുട്ടിയോ? നിനക്കവിടെ സെമിനാരിയിൽ സുഖമാണോ? അതെയോ? നല്ല മിടുക്കൻ അച്ഛനാകണം കേട്ടോ. ജോണിക്കുട്ടി പുറത്ത് പോയതാ ഒരു ഇൻ്റർവ്യൂവിന്. വരുമ്പോൾ ഞാൻ പറയാം. നീ ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. എന്നാ ശരി. തോമാസ് കുട്ടി എന്റെ കാര്യം തിരക്കിയോ മോനെ? ഓ പിന്നെ, ഏറ്റവും ആദ്യം ചേട്ടത്തിയുടെ കാര്യമാണ് ചോദിച്ചത്. ചേട്ടത്തിക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? അകത്തേക്ക് ചെല്ല്. ഓ, ഞാൻ പോയേക്കാം. അപ്പച്ചാ, എന്റെ ജോലി ശരിയായി. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടടാ ജോണിക്കുട്ടി. നീ നാളെ തന്നെ ഒരു കുർബാന ചൊല്ലിക്കണം. പിന്നെ നിന്റെ ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ പള്ളിക്ക് കൊടുത്തേക്കണം. ഓ, ശമ്പളമൊന്നും കൊടുക്കണ്ടെന്നേ, വേണേലും ഒരു കുർബാന ചൊല്ലിച്ചോ. അത് ശരിയല്ല മച്ചി. ഞാൻ നേർച്ച നേർന്നതാ, അത് മുടക്കാൻ പാടില്ല. ജാക്ക് എവിടെ പോയി? കോളേജിൽ നിന്ന് വരേണ്ട നേരായി. എവിടെ പോയാവോ? അവനിപ്പം വന്നോളും, നീ ടെൻഷൻ അടിക്കാതെ. ത്രേസി ചേർത്തിയോട് കൂടി ഒന്ന് പറയട്ടെ. ചേർത്തി എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നതാ. മക്കളൊക്കെ വലിയ നിലയിലെത്തുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം. എത്ര കാലം അവൻ പരിശ്രമിച്ചിട്ടാ നല്ലൊരു ജോലി ശരിയായത്. ഓ, ഇതിപ്പോ എന്തു ജോലിയാണെന്ന് ആർക്കറിയാം? അല്ലേലും നീ അങ്ങനെ പറയൂ. എന്തിനും ഏതിനും കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ട് നടന്നാ മതി. മോനെ ജാക്സ, നീ എന്തത്ര വൈകിയേ? ദാറ്റ്സ് ഫൈൻ, ക്വൈറ്റ് നാച്ചുറൽ. ഇന്ന് ഡാൻസ് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അടുത്ത ബുധനാഴ്ച കോളേജ് ഡേയാ. അന്ന് ഈ ജാക്ക് ഒരു കലക്ക് കലക്കും. ദേ, എല്ലാവരും മുൻകൂട്ടി തന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഡാ, നിന്റെ ചേട്ടന്റെ ജോലി ശരിയായിടാ. യോ, ദാറ്റ്സ് ഫൈൻ. എവിടെ ചേട്ടായി? ചേട്ടായി, നീ പോയി ഭക്ഷണം കഴിക്കേ. നീ എത്തിയോ? എവിടെ പോയി കിടക്കായിരുന്നടാ ഇത്ര നേരം? ചേട്ടാ കലക്കി. ഇനിയിപ്പോൾ പോക്കറ്റ് മണി തരാൻ എനിക്കൊരാളായല്ലോ. ദാറ്റ്സ് ഫൈൻ. ഡാ മോനെ, സെമിനാറിൽ നിന്ന് തോമസ് കുട്ടി വിളിച്ചിരുന്നു കേട്ടോ. നിന്നെ പ്രത്യേകം അന്വേഷിച്ചതായി പറഞ്ഞു. ഓ, അവൻ വിളിച്ചിരുന്നോ? ഓ, അവനോട് ജോലി കിട്ടിയ കാര്യം പറയാൻ പറ്റിയില്ലല്ലോ അപ്പച്ചാ. ചേട്ടായി, നമുക്ക് കഴിക്കാനായി എന്തെങ്കിലും ഉണ്ടോ നോക്കിയാലോ? എനിക്ക് നന്നായി വിശക്കുന്നു. ഇന്ന് നമുക്കൊന്ന് ആഘോഷിച്ചേക്കാടാ പിള്ളേരെ. നീ എന്താ ഒരുമാതിരി കാട്ടുപോത്തിന്റെ കൂട്ടു നിൽക്കുന്നത്? ഇങ്ങ് വാടി.
ആരാ മനസ്സിലായില്ലല്ലോ? നീ ഏതാ കൊച്ചേ? ഐ എം മാളു, ജാക്കിന്റെ ഫ്രണ്ടാ. എന്തോന്നാ? മാളു. എന്താ മനസ്സിലായില്ലേ? ഓ അങ്ങനെ. നീ എങ്ങനെ ഇതിനകത്ത് കേറി? ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷൻ ആൻറ്റി. അവനെ ഒന്ന് വിളിക്കുവോ? അവനോ? ഏതവൻ? ജാക്കിനെ, അല്ലാണ്ട് പിന്നെ ആരാ? ഹായ് മാളു, ഗ്ലാഡ് ടു മീറ്റ് യു. ത്രേസി ചേട്ടത്തി, ഇതെൻ്റെ ഫ്രണ്ടാ മാളു. ചേട്ടത്തി അകത്ത് ചെന്ന് ഒരു ഹോട്ട് ടീ എടുക്ക്. അല്ല, നിനക്കെന്താ വേണ്ടത്? ടീ ഓർ കോഫി? എനിക്ക് ഏതായാലും കുഴപ്പമില്ല. ദാറ്റ്സ് ഫൈൻ. ചേട്ടത്തി, ഒരു കോഫി. അല്ല, ഇതാരും ആളോ? മോളങ്ങ് ക്ഷീണിച്ചല്ലോ. ഒത്തിരി പഠിക്കാനുണ്ടാവില്ലേ? ഇവനാണെങ്കിൽ ഭയങ്കര ഉഴപ്പനാ. ഇവനെ കൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു മമ്മി. അതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഓ, എന്ത് ടെൻഷൻ? മോളും ഇടിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അത് കൊള്ളാം, മാളു മിടുക്കി. എന്നോടൊരു പ്രാവശ്യമെങ്കിലും എൻ്റെ മിടുക്കിനെ കുറിച്ച് ഒന്ന് പുകഴ്ത്തി പറഞ്ഞൂടെ മമ്മി? ഒന്ന് പോടാ. നിങ്ങൾ സംസാരിച്ചിരിക്കി, ഞാൻ അകത്ത് ചെന്ന് ഊണ് തയ്യാറാക്കാം. ഇന്നിവളെ ഊണ് കഴിച്ചിട്ട് വിട്ടാ മതി. മാളു, നീ ക്യാഷ് കൊണ്ടുവന്നോ? എടാ, അതൊന്നും ശരിയായില്ല. ഞാൻ അടുത്ത ദിവസം തന്നെ തിരിച്ചു തരാം. ഞാനതെൻ്റെ ചേട്ടായിയുടെ അക്കൗണ്ടിൽ നിന്നും അവൻ അറിയാതെ എടുത്തതാ. നീ അത് എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം. ചേട്ടൻ്റെ ജോലി ശരിയായി. അവന് ജോലിക്ക് കയറണമെങ്കിൽ ഈ കാശ് കെട്ടിവെക്കണം. അവനിത് ലോൺ എടുത്തതാ. നീ എന്താ എന്നെ ഒട്ടും വിശ്വാസമില്ലാത്ത പോലെ സംസാരിക്കുന്നേ? പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചെന്നല്ലേ ഉള്ളൂ. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡാഡിയുടെ സ്വത്തെല്ലാം നമുക്കുള്ളതല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ 2 ലക്ഷം രൂപയുടെ കാര്യമല്ലേ. എൻ്റെ ചേട്ടായി അങ്ങനെ ഇതറിഞ്ഞാൽ വലിയ പ്രശ്നാ. ഓ, 2 ലക്ഷം രൂപ. എന്നെ വിശ്വാസമില്ലെങ്കിൽ ഡാഡിയോട് പറഞ്ഞ് ഇന്ന് തന്നെ തിരിച്ചു തന്നേക്കാം. പക്ഷെ പിന്നെ എൻ്റെ പുറകെ നടന്നേക്കരുത്. മാളു, അപ്പോഴേക്കും പിണങ്ങിയോ? എൻ്റെ ഒരു ആശങ്ക ഞാൻ പറഞ്ഞു പോയതല്ലേ. എൻ്റെ മാളുവിനോടല്ലാതെ ഞാൻ ആരോട് പറയാൻ? ശരി, കോളേജ് ഡേ അന്ന് നിന്റെ മുഴുവൻ കാശും തന്നേക്കാം. എന്താ, പോരെ? മാനേ, ചായ. ഓ, ചായ കൊണ്ടുവരാൻ കണ്ട സമയം. എൻ്റെ ടൈമിംഗ് കളഞ്ഞില്ലേ ചേട്ടത്തി? എന്തോന്ന്? നീയല്ലേ പറഞ്ഞത് ഇവൾക്ക് ചായ കൊണ്ടുവരാൻ? ചേട്ടത്തി, ഒരു ചായയും കൂടി എടുക്ക്. ഇനി ആർക്കാ? ഓ, എനിക്ക്. എന്നാ പിന്നെ ഒന്നിച്ചങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? എപ്പോഴും എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്. രാവിലെ ഒരു കലത്തിൽ ഇവിടെ ചായ ഉണ്ടാക്കി വെച്ച് ഒരു ബോർഡും കൂടി എഴുതി വെച്ചിട്ട് പോയി കിടന്നുറങ്ങ്. എനിക്കങ്ങോട്ട് നിന്റെ ആവേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനങ്ങ് പോയേക്കാം. ദൈവമേ, ഞാനൊരു ഡയലോഗ് ഒന്ന് സെറ്റായപ്പോഴേക്കും മാനേ ചായ. നീ ആ ചായയോടെ വെക്കി. എന്തിനാ ജാക്ക് നമുക്കിടയിൽ ഈ ഡയലോഗ്? ഈ കണ്ണുകളിലെ നോട്ടം മതി. ഇപ്പോൾ ആ കൃഷ്ണമണിയിൽ തെളിയുന്നത് എൻ്റെ രൂപമാണ്. പിന്നെയും കൊഞ്ചിയോ പുഞ്ചവയൽ കുരുവി, പഞ്ചമം പാടിയോ ചെല്ലമണിക്കുഴലി. കടലാഴമുള്ള സ്നേഹമോടെ കാവലാകുമോ? പിന്നെയും കൊഞ്ചിയോ പുഞ്ചവയൽ കുരുവി, പഞ്ചമം പാടിയോ ചെല്ലമണിക്കുഴലി. വർണ്ണശലഭങ്ങളായി ചിറകാർന്ന നിമിഷങ്ങളിൽ വന്നു നീ തഞ്ചിയോ പിഞ്ചു പിണക്കങ്ങൾ. കണ്ണോടു കണ്ണിൽ കണ്ണാടി നോക്കി കല്യാണി മുല്ലേ കിന്നാരമോദ. മൂക്കിലല്ലേ മുൻകോ
കോപം പിന്നെയും കൊഞ്ചിയോ പുഞ്ചവയൽ കുരുവി പഞ്ചമം പാടിയോ ചെല്ലമണിക്കുഴലേ തന്താനനാ തങ്കവടിവൊത്ത നിൻ തളിരൊത്ത പൂനെറ്റിയിൽ കുങ്കുമം തൊട്ടു ഞാൻ മേടവിഷു പക്ഷി മഞ്ഞുമഴ കൊള്ളവേ മലർവാക പൂക്കുന്ന പോ നെഞ്ചിലെ ചില്ലയിൽ മോഹമുണർത്തേനേ ചുണ്ടോടു ചുണ്ടിൽ ചുണ്ടിൽ തേനുണ്ടു കൊണ്ട് മിണ്ടാതെ മിണ്ടി കണ്ടോണ്ടു നില്ല് പൊന്നേ എന്താ പുന്നാരം പിന്നെയും കൊഞ്ചിയോ പുഞ്ചവയൽ കുരുവി പഞ്ചമം പാടിയോ ചെല്ലമണിക്കുഴലി പനിനീർ തെന്നലേ നീ പതിവായി പുൽകുമോ കടലാഴമുള്ള സ്നേഹമോടെ കാവലാകുമോ കടലാഴമുള്ള സ്നേഹമോടെ കാവലാകുമോ എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഞാനിവനൊന്ന് കാണാൻ വന്നതാ. എന്തിന്? ഫ്രണ്ട്സ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും പോകും. ക്വൈറ്റ് നാച്ചുറൽ നോ? പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവളുമായി ഒരു ചങ്ങാത്തത്തിന് പോണ്ടാന്ന്. ജാക്ക്, ഞാൻ പിന്നെ വരാം. ചേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്നെ വെറുതെ നാണം കെടുത്താൻ. എടാ മോനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ ഈ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആദ്യം നിന്റെ പഠനമൊക്കെ കഴിയട്ടെ. ഇല്ലാത്ത കാശുണ്ടാക്കി ഒരുപാട് പ്രതീക്ഷകളോടെയാ നമ്മുടെ അപ്പച്ചൻ നിന്നെ എഞ്ചിനീയറിംഗ് പഠനത്തിന് വിട്ടിരിക്കുന്നത്. അത് നീ മറക്കരുത്. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. ചേട്ടായി അനാവശ്യമായി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. മാളുവിനോട് എനിക്കിഷ്ടമാ, അവൾക്ക് എന്നോടും. അതിനെ ആര് തടയാൻ ശ്രമിച്ചാലും നടക്കില്ല. അല്ലെങ്കിലും നിനക്കെന്റെ മോനോട് അസൂയ. അവൾക്ക് എന്താടാ ഒരു കുറവ്? നല്ല വിദ്യാഭ്യാസമില്ലേ, സൗന്ദര്യമില്ലേ? പോരാത്തതിന് അവൾ ഒരേ ഒരു മോളാ. അവളെ കെട്ടിയാൽ സ്വത്ത് മുഴുവനിങ്ങു പോരും. അവളുടെ അപ്പനെ നല്ല കാശുകാരനാ. അമ്മേ, സ്വത്തും സൗന്ദര്യവും മാത്രം മതിയോ? നമുക്ക് ചേർന്നൊരു ബന്ധമാവണ്ടേ അമ്മേ? പിന്നെ നല്ലൊരു സ്വഭാവം വേണ്ടേ? നീയായിട്ട് അവരുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാക്കാതിരുന്നാ മതി. നാശിച്ച സന്താനം. എടാ, നീ എന്തെങ്കിലും ഒരു നന്മ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? എന്താ ഇവിടെ ഒരു ബഹളം? നിങ്ങളുടെ പുന്നാരമോൻ എന്റെ ജാക്കിന്റെ ഫ്രണ്ടിനെ ഇറക്കി വിട്ടിരിക്കുന്നു. ഇത്രയും പ്രായമായിട്ട് എന്താ മര്യാദയുടെ പെരുമാറാൻ പോലും അറിയില്ല. എന്താടാ പ്രശ്നം? അപ്പച്ചാ, ആ മാളു, അതാ പ്രശ്നം. അവൾ ശരിയല്ല അപ്പച്ചാ. വേറെ പലരുടെയും കൂടെ അവൾ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ അവനെ... സാരമില്ല, നമുക്കവന് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം. നീ അവൾ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. അവളുടെ സ്വഭാവം അങ്ങനെയാണ്. എന്നാലും അമ്മയുടെ കുത്തിയുള്ള സംസാരം എനിക്ക് മടുത്തപ്പച്ച. ഒരിക്കലെങ്കിലും ഇത്തിരി സ്നേഹത്തോടെ ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ? നീ അമ്മയില്ലാത്തവനായി വളരേണ്ടല്ലോ എന്ന് കരുതിയ കുടുംബക്കാരെല്ലാം കൂടി നിർബന്ധിച്ചപ്പോൾ ഞാൻ അവളെ കെട്ടിയത്. പക്ഷേ ഏയ്, എനിക്ക് വിഷമമില്ല അപ്പച്ച. എൻ്റെ അപ്പച്ചനെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് മതി. നിന്റെ അമ്മ നല്ലവളായിരുന്നു. പക്ഷെ അവളുടെ കൂടെ ജീവിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഒരു പക്ഷെ അതിനുള്ള യോഗ്യത എനിക്കില്ലാഞ്ഞിട്ടായിരിക്കാം. അല്ലടാ? അങ്ങനെയൊന്നും പറയല്ലേ അപ്പച്ച. സ്വപ്നത്തിൽ മാത്രമേ ഞാൻ എൻ്റെ അമ്മയുടെ മുഖം കണ്ടിട്ടുള്ളൂ എങ്കിലും അമ്മ എന്ന് കേൾക്കുമ്പോ എൻ്റെ മനസ്സ് പിടയാപ്പച്ച. എനിക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടല്ലേ അമ്മ
അമ്മയുടെ ജീവൻ പോലും വേണ്ടെന്ന് വെച്ചത്. സ്നേഹം മുഴുവൻ ഒന്നിച്ചു നൽകി എന്നെ ഒറ്റയ്ക്കാക്കി അമ്മ പൊയ്ക്കളഞ്ഞില്ലേ അപ്പച്ച? നീ വിഷമിക്കാതെ. ഡാ, നാളെയല്ലേ ജാക്സന്റെ കോളേജ് ഡേ സെലിബ്രേഷൻ? നീയും കൂടെ പോകണം. എനിക്ക് ഈ വക ആഘോഷങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. നീ ചെന്നെന്നറിയുമ്പോൾ അവൻ്റെ പിണക്കൊക്കെ കൊണ്ട് മാറിക്കോളും. അടുത്തതായി സെൻറ് ജോർജ് എഞ്ചിനീയറിംഗ് കോളേജിലെ CA ഫസ്റ്റ് ബാച്ചിലെ ചുണക്കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു സിനിമാറ്റിക് ഡാൻസ്. పొలం గట్టు దుమ్ములోన పోట్ల గిట్ట దూకినట్టు పొలేరమ్మ జాతరలో పోతరాజు ఊగినట్టు కిర్రు చెప్పులేసుకొని కర్ర సాము చేసినట్టు మర్రి సొట్టు నీడలోన కుర్ర గుంపు కూడినట్టు ఎర్ర జొన్న రొట్టెలోన మిరప దొక్కు కలిగినట్టు నా పాట చూడు నా పాట చూడు నా పాట చూడు నాటు 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 తీర నాటు 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 కూర నాటు 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 పచ్చి మిరపలాగా పెంచనాటు నాటు 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 పిచ్చు కత్తిలాగా వెర్రి నాటు. తిరిపోయేలా ఢండన కరమోగినట్టు సెవెలు సిల్లు పడేలాగా కీసు పిట్ట కూసినట్టు చేలు సిటికలేసేలా చెప్పారం సాగినట్టు కాలు సింధు తొక్కేలా దుమ్మారం రేగినట్టు ఒళ్ళు సొరట పట్టేలా ఈ రంగం చేసినట్టు నా పాట చూడు నా పాట చూడు నా పాట చూడు నాటు 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 తీర నాటు 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 కూర నాటు 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 గంట పారలాగా చెట్ట నాటు 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 ఉక్కమూతలాగా దిక్క నాటు. భూమి దత్తరిల్లేలా ఒంటిలోని రగతమంతా రక్కలేసి ఎగిరేలా ఎసే రోయకాయకి నాటు నాటు నాటు. అరే దుమ్ము దుమ్ము దులిపేలా లోపలున్న పానమంతా టుముకులాడేలా దూకేరో సరాసరి నాటు నాటు నాటు.
ഇവിടെ ആരുമില്ലേ? എന്താ സാർ, എന്താ പ്രശ്നം? ഇപ്പോൾ ആരാണ് ഇങ്ങോട്ട് ഓടിക്കയറിയത്? ഇവിടേക്കോ? ഇല്ല സാർ. സെന്റ് ജോർജ് എഞ്ചിനീയറിംഗ് കോളേജ് ആഘോഷങ്ങൾക്കിടയിൽ 2 പേർ കൊല്ലപ്പെട്ടു. കൊലപാതകി ഈ വീട്ടിലേക്ക് ഓടിക്കയറുന്നത് കണ്ടവരുണ്ട്. ദൈവമേ, മക്കൾ രണ്ടുപേരും കോളേജിൽ പോയിരിക്കുക. ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. അറസ്റ്റ് ചെയ്യും. സാറേ, ഇതെന്റെ മോനാ. ഈ ചോരക്കറ കണ്ടില്ലേ? ഇനി വേറെ തെളിവ് ആവശ്യമില്ല. കയറടാ വണ്ടിയിൽ. നശിച്ചവനെ, നീ ആരെയാണ് കൊന്നത്? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലപ്പെട്ടവർ കാമുകന്മാരാണെന്ന് സംശയിക്കുന്നു. അവൻ നമ്മുടെ മക്കളെ കൊന്നു. അപ്പച്ച ഞാൻ... എടാ മോനെ, നീ ഇത് ചെയ്തല്ലോടാ. എന്റെ പൊന്നു മോനെ. എടാ ജോണിക്കുട്ടി, നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞടാ? തോമസ് കുട്ടി, എനിക്കൊരാളെ കൊല്ലാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോടാ? അന്ന് രാത്രി പരിപാടി തീരും മുമ്പേ ഞാൻ വീട്ടിലെത്തിയിരുന്നു. എന്താടാ, എന്തു പറ്റി? നീ എന്താ വല്ലാതെ? ഇതെന്താ നിന്റെ മേത്ത് ചോരക്കറ? എടാ, എന്താ പറ്റിയെന്ന് പറ. ചേട്ടായി, ഞാൻ... എന്താടാ? അവളെന്നെ ചതിച്ചു ചേട്ടായി. നീ എന്താ പറയുന്നേ? ആര് ചതിച്ചു? ആ മാളു. അവളെ ഞാൻ കൊന്നു. ചേട്ടായുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ 2 ലക്ഷം രൂപ ചേട്ടായി അറിയാതെ കൊടുത്തിരുന്നു. ഇന്നവൾ തിരിച്ചു തരാമെന്ന് ഏറ്റിരുന്നതാ. പക്ഷേ അവളെന്നെ ചതിച്ചു. ഞാൻ അവളെ കാണാൻ ചെന്നപ്പോൾ അവളും മറ്റൊരുത്തൻ്റെ കൂടെ. ഞാൻ കൊന്നു, 2 പേരെയും കൊന്നു. തടയാൻ വന്ന അവനെയും ഞാൻ കൊന്നു. എന്റെ ദൈവമേ, എന്തു വർത്തമാനമാണാ നീ പറയുന്നത്? എന്നിട്ട് നിന്നെ ആരെങ്കിലും കണ്ടോ? എനിക്കറിയില്ല. നീ ആരോടും ഒന്നും പറയണ്ട. നീ അകത്തേക്ക് ചെല്ല്. ഈ ഡ്രസ് എത്രയും പെട്ടെന്ന് മാറ്റണം. ആര് വന്നാലും നീ പുറത്തിറങ്ങണ്ട. ഞാൻ നോക്കട്ടെ. നീ അകത്തേക്ക് ചെല്ല്. അവനെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്റെ ദേഹത്ത് പറ്റിയ ചോര എനിക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി. സങ്കടവേനൽ സന്ധ്യേ തേടുവതാരേ ദൂരെ, സിന്ദൂരക്കടലിൽ മുങ്ങിയ സൂര്യനെയോ, പൊന്നു പുലർവെയിൽ മഷിയാൽ എഴുതിയ പ്രണയം മുഴുവൻ പേമാരിക്കാറ്റിൻ കയ്യാൽ മായുകയോ, മെഴുകായുരുകും മനസ്സിൻ തിരികൾ തെളിയും കണ്ണീർ കൈവഴിയിൽ വെറുതെ വെറുതെ വെറുതെ.
മണലിൽ പദമൂന്നും പകൽ വഴിയിൽ മുള്ളഞ്ഞണ്ടുകൾ നുള്ളുന്നുണ്ടേ അകമേ. മനമാകും പാറകളിൽ കടലുപ്പിൻ പൂപ്പലുകൾ വിരഹത്തിരകൾ ചിതറുന്നുണ്ടേ വെറുതെ. തൊറയിൽ മാടത്തിൽ റാന്തൽ തിരി താഴ്ത്തി പ്രാണൻ നോവിൻ ചുഴിയിൽ വലയുന്നു. സങ്കടവേനൽ സന്ധ്യേ തേടുവതാരേ ദൂരെ സിന്ദൂരക്കടലിൽ മുങ്ങിയ സൂര്യനെയോ. കട്ടമരം കേറി ഒരു നട്ടപ്പാതിരയിൽ കിട്ടാപ്പവിഴം തേടിക്കൊണ്ടേ തുഴയേ. കരയുമറിഞ്ഞില്ല ഒരു തിരയുമനങ്ങില്ല എത്താത്തീരം തേടിവളോ തനിയേ. കണ്ണീർ കാറ്റത്ത് കൂരിരുളിൻ തീരത്ത് കടലിൻ മകളോ തേങ്ങി തളരുന്നു. സങ്കടവേനൽ സന്ധ്യേ തേടുവതാരേ ദൂരെ സിന്ദൂരക്കടലിൽ മുങ്ങിയ സൂര്യനെയോ. പൊന്നുപുലർവെയിൽ മഷിയാൽ എഴുതിയ പ്രണയം മുഴുവൻ പേമാരിക്കാറ്റിൻ കയ്യാൽ മായുകയോ. മെഴുകായുരുകും മനസ്സിൻ തിരികൾ തെളിയും കണ്ണീർ കൈവഴിയിൽ വെറുതെ വെറുതെ വെറുതെ. എനിക്കിനി പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ചേട്ടായി നിരപരാധിയാണ്. ഞാനാ തെറ്റ് ചെയ്തത്. എൻ്റെ ചേട്ടനെ ചതിച്ചവൻ ഞാനാ. ചേട്ടായുടെ വാക്ക് കേൾക്കാതെ അവളുടെ പുറകെ പോയി. അവളെന്നെ ചതിച്ചു. ഞാനാ അവളെയും കാമുകനെയും കൊന്നത്. എന്താ മോനെ നീ വെറുതെ വിഡിത്തം പറയാതെ. വിഡ്ഢിത്തമല്ല, സത്യമാ ഞാനീ പറയുന്നത്. ഞാനാ കൊന്നത്. എൻ്റെ അപ്പച്ചൻ മരിക്കാൻ കാരണക്കാരൻ ഞാൻ തന്നെയാ. ഞാൻ കാരണം എല്ലാവരും കൂടി എൻ്റെ ചേട്ടായെ. ഇല്ല, നീ ഇനി മിണ്ടരുത്. നീ ആരെയും കൊന്നിട്ടില്ല. നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. ജോണിയ അവൻ തന്നെയാ എല്ലാവരെയും കൊന്നത്. അങ്ങനെ ജോണിക്കുട്ടി എല്ലാവരുടെയും മുമ്പിൽ കൊലപാതകിയായി. ഇരട്ട കൊലപാതകി. എൻ്റെ ജോണിക്കുട്ടി എന്തിനാടാ സത്യമൊക്കെ മറച്ചുവെച്ച് ഈ ചെയ്യാത്ത പാതകം നീ ഏറ്റെടുത്തത്? നീ പറ, ഞാൻ ആരുടെ മുമ്പിലാ സത്യം വെളിപ്പെടുത്തേണ്ടത്? തുറന്നു പറയാൻ എനിക്ക് ആരാ ഉള്ളത്? ജനിക്കുന്നതിന് മുമ്പേ മുഖം കാണാൻ പോലും അവസരം നൽകാതെ എന്നെ വിട്ടുപോയ എൻ്റെ അമ്മയോ, സ്വന്തം മകൻ കൊലപാതകിയാണെന്നറിഞ്ഞ് ചങ്കുപൊട്ടി മരിച്ച എൻ്റെ അപ്പച്ചനോ, ഇവരിൽ ആരോടാ ഞാൻ പറയേണ്ടത്? നിങ്ങൾ പറ. ഞാൻ ആരോട് പറയും? ഞാൻ ആരോട് പറയും ഞാൻ കൊലപാതകിയല്ലെന്ന്? നിന്റെ രണ്ടാനമ്മയും അനിയനും? അമ്മയ്ക്ക് പണ്ട് തൊട്ടേ എന്നോട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അനിയൻ ആദ്യമൊക്കെ എന്നെ കാണാൻ വരുമായിരുന്നു. അവന് വേണ്ടി കൊലപാതകം ഏറ്റെടുത്തവനല്ലേ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായി കഴിയുമ്പോൾ കൊലപാതകിയെ കാണാൻ ആരാ ഇഷ്ടപ്പെടുക? ഒരു കൊലപാതകിയുടെ അനിയനായി അറിയപ്പെടാൻ
ആർക്കാ താല്പര്യമുണ്ടാവുക? അതുകൊണ്ട് അവനും എന്നെ സൗകര്യപൂർവ്വം മറന്നു. അവന്റെ കുറ്റത്തിനു വേണ്ടി ഈ ജയിൽ ജീവിതം ഏറ്റെടുത്ത എന്നെ അവനും കൂടി മറന്നപ്പോ എന്റെ മനസ്സ് കരിങ്കല്ലായി പോയി. ജോണിക്കുട്ടി, നീ ഇങ്ങനെയൊന്നും പറയാതടാ. തോമസ് കുട്ടി, നീ എന്തിനാ ഇവിടെ വന്നത്? നീ എനിക്ക് ചോറ് വിളമ്പി തന്നപ്പോൾ, നീ എന്റെ കാലിൽ ചുംബിച്ചപ്പോൾ എന്റെ ഹൃദയം ഞാൻ പോലും അറിയാതെ ഉരുകിപ്പോയടാ. നമ്മളൊന്നിച്ച് പള്ളിയിൽ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ആദ്യ കുർബാന സ്വീകരിച്ച കൊല്ലം ജോർജ് അച്ഛൻ നമ്മുടെ കാല് കഴുകിയത് നിനക്ക് ഓർമ്മയുണ്ടോടാ? അന്ന് നമ്മൾ അടുത്തടുത്താടായിരുന്നത്. എല്ലാം മറന്നു വരികയായിരുന്നു. പക്ഷേ നീ വീണ്ടും എന്നെ തോമസ് കുട്ടി, നിനക്കൊരു കാര്യം അറിയോ? നാളെ കഴിഞ്ഞ എന്നെ തൂക്കിലേറ്റും. എന്റെ ജീവിതത്തിൽ ഇനി ഒരു ദിവസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നാളെ കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി ഞാൻ യാത്രയാവും. ഇല്ലടാ, നിന്നെപ്പോലൊരു നിരപരാധിയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇല്ല തോമസ് കുട്ടി, തൂക്കിക്കൊല്ലാൻ വിധിച്ചൊരാൾക്ക് ആ തൂക്കുകയറിൽ നിന്ന് മോചനമില്ലടാ. എങ്കിലും എനിക്ക് ജീവിക്കാൻ കൊതി തോന്നടാ. ഫാദർ, സമയം അതിക്രമിച്ചു. ഇവരെ ആശ്വസിപ്പിക്കാൻ അച്ഛൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരണം. ഇവരൊക്കെ ഇപ്പൊ നല്ലവരാച്ച. മോനെ ജോണിക്കുട്ടി. അച്ഛാ, ഞാൻ അവസാനമായ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛാ. ദൈവം എന്നോട് ക്ഷമിക്കുമോ? ഞാൻ എല്ലാവരെയും വെറുത്തവനാ, ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞവനാ. എല്ലാ പാപങ്ങൾക്കും മാപ്പിരന്ന് എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛാ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. നീ ക്ഷമ ചോദിച്ചും മടുത്താലും ക്ഷമിച്ചും മടുക്കാത്തൊരു ദൈവമാടാ നമ്മുടേത്. ആ ദൈവം ക്ഷമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാ. നിന്റെ ഏറ്റുപറച്ചിലുകൾ നമ്മുടെ ദൈവം കേട്ടിട്ടുണ്ട്. ഇതിലും വലിയൊരു കുമ്പസാരം അതില്ലട ജോണിക്കുട്ടി. എന്നിട്ട് ജോണിക്കുട്ടിയെ തൂക്കിക്കൊന്നോ അച്ഛാ? ഇല്ലടാ മക്കളെ, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടുകൂടാ. തോമസ് അച്ഛന്റെ ഇടപെടൽ മൂലം ജോണിക്കുട്ടിയുടെ ദയാഹർജി പരിഗണിച്ചു. ജോണിക്കുട്ടിക്ക് ഇത് രണ്ടാമത്തെ ജന്മമാ.
എന്നിട്ടിപ്പം ജോണിക്കുട്ടി എവിടെയാ അച്ഛാ? ആ ദേ അങ്ങോട്ട് നോക്കിയേ, ആ വരുന്നതാ നിങ്ങൾ അന്വേഷിക്കുന്ന ഈ ജോണിക്കുട്ടി. പോയി അങ്കിളിനെ കൂട്ടിക്കൊണ്ടു വാടാ മക്കളെ. ഇന്ന് ഇവരുടെ വിവാഹ വാർഷികമാണ്. നമ്മുടെ കൂടെയാ ഇവരിന്ന് ആഘോഷിക്കുന്നേ. ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും കോഴി ബിരിയാണിയാ. എന്താ സന്തോഷമായോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? താലോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ ചിന്തൂരച്ചേരോടെ പോരു പെണ്ണാളെ. കാത്തിരുന്നതല്ലേ, കാത്തുവച്ചതല്ലേ, കാത്തിരുന്നതല്ലേ, കാത്തുവച്ചതല്ലേ, ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ. കാത്തിരുന്നതല്ലേ, കാത്തുവച്ചതല്ലേ, ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ. മണ്ണിൽ വീഴും പോലെ മിന്നാരം മിന്നും നീല കണ്ണിൽ കണ്ടനോ തനി മണി ചുറ്റാകിലും ബജാവോ